നഷ്ടപ്പെടുന്നതായിരുന്നു. ആ VS ആണ്, ആ സഖാവാണ് ഇന്ന് നമ്മളെ വിട്ടുപിരിഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരവുമായി ഇന്ന് ആലപ്പുഴയിലേക്ക്, ജന്മനാടായ ആലപ്പുഴയിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ അവസരത്തിൽ സഖാവിനെ കുറിച്ച് ഓർക്കുമ്പോൾ എന്താണ് പറയാനുള്ളത്? സഖാവ് VS 92 ബാബറി മസ്ജിദ് പൊളിച്ച സമയത്ത് ഞങ്ങളുടെ പഞ്ചായത്തിൽ അതിൻ്റെ അലേലി എന്ന രീതിയിൽ ന്യൂനപക്ഷ വർഗീയത അഴിഞ്ഞാടിയ സമയത്ത് ഒരുപാട് വീടുകൾ ഇരയാക്കിയ സമയത്ത് അന്നത്തെ ലോക്കൽ സെക്രട്ടറിയുടെ കൂടെ ലോക്കൽ സെക്രട്ടറി കെ കുഞ്ഞിരാമത്ത് വന്നിട്ട് ഞങ്ങൾ ഒരുപടി ചെറുപ്പക്കാർ ആ കലാഭൂമിയിലേക്ക് പോകുമ്പോൾ VS ആ സമയത്ത് അവിടെ സന്ദർശിച്ചിരുന്നു. അദ്ദേഹത്തെ തൊട്ടറിയാനും സംസാരിക്കുവാനും വന്ന് സാധിച്ചിട്ടുണ്ട്. അതുകൂടാതെ തന്നെ VS എന്ന് പറയുമ്പോൾ പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ മതികെട്ടാമലയിലും മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ മൂന്നാറിലും ചെയ്ത കാര്യങ്ങൾ നമ്മുടെ ജനകോടികൾക്കറിയാം. കാരണം ഭൂമാഫിയകൾക്കെതിരായി, അനീതിക്കും അക്രമത്തിനും എതിരായി ജനങ്ങൾക്ക് വേണ്ടി ചേറിൽ പണിയെടുക്കുന്ന പാവപ്പെട്ടവന് വേണ്ടി സമരനായകത്വം വഹിച്ച അദ്ദേഹം ജനകോടികളുടെ മനസ്സിൽ ഇന്നും സ്ഥാനമുറപ്പിച്ചിട്ടുള്ളത്. ദൃഢതയുടെ പര്യായമായിരുന്നു അദ്ദേഹം. ദൃഢതയോടുകൂടി ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ചെറുപ്പകാലത്ത് തന്നെ അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട ബാലകൗമാരത്തിൽ അദ്ദേഹത്തിനെ വിപ്ലവ വീരനായി മുന്നോട്ട് പോകുമ്പോൾ ജയിലറകളിൽ മരിച്ചു എന്ന് പറഞ്ഞ് കൊണ്ട് തള്ളുമ്പോഴും അവിടെ നിന്ന് ഉയർത്തു വന്ന വിപ്ലവ സൂര്യൻ, ആ സൂര്യൻ ഇന്നും ജ്വലിച്ചു നിൽക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ നമുക്ക് അദ്ദേഹം നയിച്ച, അദ്ദേഹം പടുത്തുയർത്തിയ പ്രസ്ഥാനത്തിനും തീരാ നഷ്ടമാണ്. എങ്കിലും ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ പാതയിൽ കൂടി, അദ്ദേഹത്തിൻ്റെ ഓർമ്മയിൽ കൂടി ഞങ്ങൾ സഞ്ചരിക്കും എന്ന് ഞാൻ ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൽ 1000 രക്തപുഷ്പങ്ങൾ അർപ്പിച്ചുകൊണ്ട് പ്രിയ സഖാവിനി ലാൽ സലാം, സഖാവി ലാൽ സലാം, ലാൽ സലാം. നന്ദി. പ്രേക്ഷകർ കേരള വിഷനോട് അവരുടെ അനുഭവങ്ങളും ഓർമ്മകളുമാണ് പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. നിലവിൽ വിലാപയാത്രയായി ആലപ്പുഴയിലേക്ക്, അദ്ദേഹത്തിൻ്റെ ജന്മനാടായ ആലപ്പുഴയിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. നിലവിൽ ആലപ്പുഴയിൽ നിന്ന് മറ്റൊരു പ്രേക്ഷകൻ കൂടി ചേരുന്നുണ്ട്. ദേവനാണ് ചേരുന്നത്. ശ്രീദേവൻ, നിലവിൽ VS വിടവാങ്ങിയിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ജന്മനാടായ ആലപ്പുഴ ജില്ല സ്വീകരിക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു. എന്താണ് താങ്കളുടെ ഓർമ്മകൾ? ഹലോ, കേൾക്കാമോ? കേൾക്കാമെങ്കിൽ പാലക്കാട് ജില്ലയിലെ ആലത്തൂർ താലൂക്കിൽ നിന്നാണ് വിളിക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയൊരു നോവാണ്. കാരണം ആരോട് പറയും, എങ്ങനെ പ്രതികരിക്കും എന്നുള്ളത് അറിയാത്തൊരു സാഹചര്യമാണ്. കാരണം ഈ ദുഃഖങ്ങൾ ആരോടും പറഞ്ഞിട്ടും കാര്യമില്ല. ആർക്കും എല്ലാവരോടും എവിടെ ആരോട് പറയുകയാണെങ്കിലും ആ പറയുന്നവരും കേൾക്കുന്നവരും എല്ലാം ദുഃഖത്തിലാണ്. അപ്പൊ ഇത് കാണാൻ അങ്ങോട്ട് എത്താൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് ഇപ്പൊ നമ്മളുടെ ദുഃഖം അവിടെ കിടക്കുന്നത്. കാരണം എന്താ പറയാ, ഏതൊരു സഖാവിനോട് നമ്മൾ സംസാരിക്കുമ്പോൾ ഒരു പകുതിയോളം തന്നെ നമ്മുടെ ശ്രദ്ധയിൽ നിന്ന് ഇങ്ങനെ ഒരു പകുതി ശ്രദ്ധയോടുകൂടി തന്നെയാണ് നമ്മൾ കേൾക്കാവുന്നെങ്കിലും അച്ചുമാമൻ സംസാരിക്കുമ്പോൾ നമ്മളെല്ലാം നല്ല എന്താ പറയാ, നമ്മുടെ മനസ്സിലേക്കാണ് അച്ചുമാമന്റെ ഓരോ സംസാരങ്ങളും നമ്മുടെ മനസ്സിലേക്കാണ് നമ്മൾ കൊള്ളുന്നത്. ഓരോ വാക്കുകളും ഓരോ തമാശകളും നമ്മുടെ ചങ്കിലാണ്. നമ്മുടെ മരിക്കോളം ആ ഓർമ്മകളും ആ സംസാരങ്ങളും പ്രസംഗങ്ങളും ജീവനുള്ളിടത്തോളം കാലം നിലനിൽക്കും എന്നുള്ളൊരു എന്താ പറയാ, ഇത്രയും ഈ സാഹചര്യത്തിലും സംസാരിക്കാൻ വാക്കുകൾ കിട്ടുന്നില്ല എന്നുള്ളതാണ്. അതാ സത്യം. അത്ര ദുഃഖത്തോടു കൂടി തന്നെ പറയാം. ഞാൻ വിളിക്കുന്നപ്പോ ഇപ്പൊ നിലവിലുള്ള ആലത്തൂർ MLA KD പ്രസേൻ അവരുടെ പരിസരത്ത് നിന്നാണ് വിളിക്കുന്നത്. പക്ഷെ ഇവിടെ അങ്ങോട്ട് എത്താൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളൊരു ദുഃഖം കൂടിയുണ്ട്. സാധാരണ ഒരു തൊഴിലാളിയാണ്, അതുകൊണ്ടാണ്. മനസ്സിലാകും. ശ്രീദേവൻ ആലത്തൂർ സ്വദേശി ദേവനാണ് കലാവിഷ്ണുവോടൊപ്പം ചേർന്നത്. അദ്ദേഹത്തിന്റെ ഓർമ്മകളാണ് പങ്കുവച്ചത്. അവസാനമായി ഒരു നോക്ക് കാണാൻ കഴിയുന്നില്ലല്ലോ എന്നാണ് പ്രേക്ഷകൻ പങ്കുവച്ചത്.
VS അച്യുതാനന്ദനെ സ്വീകരിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് സ്വന്തം ജന്മസ്ഥലമായ തൃശൂർ സ്വദേശി ഫ്രാൻസിസ് ഉണ്ട് കൂടെ. ശ്രീ ഫ്രാൻസിസ്, വിലാപയാത്രയായി അദ്ദേഹത്തെ സഖാവിനെ ജന്മനാട്ടിലോട്ടേക്ക് കൊണ്ടുപോവുകയാണ്. അദ്ദേഹത്തിന്റെ വിയോഗത്തിൽ എന്താണ് ഈ അവസരത്തിൽ ഓർക്കുന്നത്? ഇപ്പോൾ എല്ലാവരും പറയുന്നു വീട് വാങ്ങി. ഒരിക്കലും നമ്മുടെ മനസ്സിൽ നിന്നും, ഒരാളുടെ മനസ്സിൽ നിന്നും വീട് വാങ്ങുന്നില്ല എന്നുള്ളതാണ് അതിന് പരമാർത്ഥമായ മറ്റൊരു സത്യം. ഈ നമ്മുടെ തൃശ്ശൂരിലെ അതുപോലെ തന്നെ കുന്നംകുളത്തൊക്കെ പലപ്പോഴും അദ്ദേഹത്തിന്റെ പ്രസംഗം കേട്ട് ഞാൻ കൂരിതിരിച്ചു നിന്ന സംഭവങ്ങൾ ഏറെയാണ് ഉണ്ടായിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ മൂന്നാറിലെല്ലാം ഈ അനധികൃതമായി ഉള്ള ബിൽഡിങ്ങുകൾ പൊളിച്ച് മാറ്റുമ്പോൾ ഒരിക്കൽ ചോദിച്ചു, ഇത് ശരിയാണോ? ഇത് പൂച്ചകൾ നല്ല ഈ പൊളിച്ചു മാറ്റുന്നുണ്ടല്ലോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്നുണ്ടായി, കറുത്ത പൂച്ചയാണോ വെളുത്ത പൂച്ചയാണോ എന്ന് എനിക്കറിയാം, എങ്കിലും നന്നായി പണിയെടുക്കുന്നുണ്ട് എന്നാണ് അച്യുതാനന്ദൻ പറഞ്ഞത്. ആ സഖാവിന് മുമ്പിൽ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ലാസലാം സഖാവേ. നന്ദി ശ്രീ ഫ്രാൻസിസ്. തൃശ്ശൂരിൽ നിന്നാണ് ഫ്രാൻസിസ് പ്രേക്ഷകരോടൊപ്പം ചേർന്നത്. അഭിവാദ്യങ്ങളാണ് ഓരോ പ്രേക്ഷകരും അർപ്പിക്കുന്നത്. ഒപ്പം മരിക്കുന്നില്ല, ജീവിക്കുന്നു നമ്മളിലൂടെ എന്നാണ് ഓരോ പ്രേക്ഷകനും പങ്കുവെക്കുന്നത്. കണ്ണൂരിൽ നിന്നും രാധാകൃഷ്ണൻ ചേരുന്നു. ശ്രീ രാധാകൃഷ്ണൻ, ഒരു യുഗാന്ത്യമാണ് ഇവിടെ സംഭവിച്ചത്. VS എന്ന രണ്ടക്ഷരം ഇനിയില്ല. അദ്ദേഹത്തിന്റെ വിയോഗത്തിൽ താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? ഹലോ, പറയാം. ഹലോ, ഞാൻ കണ്ണൂർ പയ്യന്നൂർ ആലപ്പുഴ നിന്നാണ് വിളിക്കുന്നത്. VS നമ്മുടെ ജീവനാണ് നമ്മുടെ പാർട്ടിയുടെ. ഏതായാലും VS പടുത്തുയർത്തിയ പ്രസ്ഥാനത്തിന്റെ ഒരംഗമാകാൻ കഴിഞ്ഞതിൽ ജീവിതത്തിലെ മഹാഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. VS നമ്മുടെ പാർട്ടിയുടെ എല്ലാമാണ് VS. പിന്നെ ഇത്രയും ദൂരമായതുകൊണ്ട് അത് വരാൻ പറ്റാതിൽ വളരെ വിഷക്കാതിൽ എന്നാണ് എനിക്ക് പറയാനുള്ളത്. നന്ദി. കണ്ണൂരിൽ നിന്നാണ് പ്രേക്ഷകൻ കേരള വിഷനോടൊപ്പം ചേർന്നത്. ഓരോ പ്രേക്ഷകൻ അദ്ദേഹത്തിന്റെ VSന്റെ ഭൗതിക ശരീരം കാണാൻ കഴിയാത്തതിൽ ഏറെ ദുഃഖമാണ്. ആ ദുഃഖമാണ് കേരള വിഷനുമായി പങ്കുവച്ചത്. ചേരുന്നുണ്ട് ശ്രീ ഉണ്ണികൃഷ്ണൻ. സമരനായകൻ നമ്മളെ വിട്ടുപിരിഞ്ഞിരിക്കുന്നു. VSന്റെ വിയോഗത്തിൽ ഈ അവസരത്തിൽ എന്താണ് താങ്കൾ ഓർക്കുന്നത്? ഞാൻ ഓർക്കുന്നത് 2006 മുതൽ 2011 വരെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായും അതുപോലെ തന്നെ 3 വട്ടം പ്രതിപക്ഷ നേതാവായും 80 മുതൽ 91 വരെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുമായ സഖാവ് VS അച്യുതാനന്ദൻ നമ്മുടെ ചെറിയ കുട്ടികളുടെ ഒക്കെ കണ്ണേ കരളെ എന്നുള്ള ഒരു ഓമന പേരിലാണ് അറിയപ്പെടുന്നത്. നമ്മുടെ അടിച്ചമർത്തപ്പെട്ടവന്റെയും അതുപോലെ തന്നെ കുട്ടികളുടെയും സ്ത്രീകളുടെയും ഒക്കെ ഉന്നമനത്തിന് വേണ്ടി സഖാവ് വളരെ കഠിന പ്രയത്നം ചെയ്ത ഒരു വ്യക്തിയാണ് സഖാവ് അച്യുതാനന്ദൻ. അദ്ദേഹത്തിന്റെ വേർപാടിൽ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തുന്നു. കേരളം കണ്ട മുഖ്യമന്ത്രി EK നായനാർ അതേപോലെ തന്നെ VS അച്യുതാനന്ദൻ, ഈ 2 മഹത് വ്യക്തികളും എന്നും നമ്മുടെ ജനങ്ങളെ ഹൃദയങ്ങളിൽ ഉണ്ടാവും. അദ്ദേഹം യഥാർത്ഥ ഒരു കമ്മ്യൂണിസ്റ്റുകാരനായി നമ്മുടെ നാടിന്റെ എല്ലാ വികസന പ്രവർത്തനത്തിനും
അദ്ദേഹം വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം കാണാൻ നമുക്ക് സാധിക്കാത്തതിൽ വളരെയധികം സങ്കടമുണ്ട്, നേരിട്ട് കാണാൻ സാധിക്കാത്തതിൽ വളരെയധികം സങ്കടമുണ്ട്. എന്നാലും ഇതുപോലുള്ള ഈ വിലാപയാത്ര ഇന്നലെ തുടങ്ങിയ നേരം മുതൽ അത് ടി വിയിൽ ലൈവായി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രേക്ഷകനാണ് ഞാൻ. അത് കാണുമ്പോൾ തന്നെ നമ്മൾക്കറിയാം നമ്മുടെ ജനഹൃദയങ്ങളിൽ എത്രത്തോളം ആഴത്തിൽ സഖാവ് അച്യുതാനന്ദൻ്റെ വ്യക്തി പ്രഭാവം ഉണ്ട് എന്ന് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം. ഇന്ന് രാവിലെ ടി വി തുറന്നപ്പോൾ ചെറിയ കുട്ടികളടക്കം, അതുപോലെ തന്നെ വികലാംഗരടക്കം, അതുപോലെ സ്ത്രീകൾ, ഇവരൊക്കെ വാവിട്ട് കരയുന്ന ഒരു രംഗം കാണുകയുണ്ടായി. അത് കാണുമ്പോൾ സഖാവിൻ്റെ ആ വേർപാടിൽ നമ്മുടെ കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും ഉണ്ടാകുന്ന ആ ദുഃഖം എത്രയുണ്ടെന്ന് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഏതായാലും മരണം എല്ലാവർക്കും ഉള്ളതാണ്. ഏതായാലും 102 വയസ്സ് ആയിട്ടാണ് സഖാവ് നമ്മൾ വിട്ടുപിരിഞ്ഞതെങ്കിലും നമുക്കുണ്ടാകുന്ന ആ നഷ്ടം തന്നെയാണ്. അദ്ദേഹത്തിന്റെ വേർപാടിൽ അഗാധമായ ദുഃഖവും രേഖപ്പെടുത്തുന്നു. ലാൽ സലാം സഖാവേ, ലാൽ സലാം. നന്ദി. കണ്ണൂരിൽ നിന്നാണ് പ്രേക്ഷകൻ നമ്മളോടൊപ്പം ചേർന്നത്. മാവേലിക്കരയിൽ നിന്ന് രതീഷ് ചേരുന്നുണ്ട്. ശ്രീ രതീഷ്, ഈ ജ്വലിക്കുന്ന താരം ഇനി ഇല്ല, VS-ന് വിട നൽകുകയാണ് കേരള രാഷ്ട്രീയം. ഈ മുഹൂർത്തത്തിൽ എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു നേതാവായിരുന്നു. എൻ്റെ ജനഹൃദയങ്ങളില്, എൻ്റെ മനസ്സിലും എൻ്റെ കുടുംബത്തിനും ഏറ്റവും പ്രിയപ്പെട്ട ഒരു നേതാവായിരുന്നു. കാരണം എൻ്റെ നാട്ടുകാരനും, എൻ്റെ ആലപ്പുഴ ജില്ലയിലുള്ള നാട്ടുകാരനുണ്ട്. ഒരുപാട് കർഷക സമരങ്ങളും ജനങ്ങളുടെ ഹൃദയങ്ങളിലും ഇടം പിടിച്ചൊരു നേതാവായിരുന്നു അദ്ദേഹം. യഥാർത്ഥ കമ്മ്യൂണിസ്റ്റാണെന്ന് പറഞ്ഞ സഖാവ് എന്ന് വിളിക്കാൻ പറ്റിയ ഒരു നേതാവായിരുന്നു. യഥാർത്ഥത്തിൽ സഖാവ് എന്ന് പറഞ്ഞാൽ VS ആണെന്നാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. കാരണം ഇനിയിപ്പോ ആ ഒരു പാർട്ടി, CPM എന്ന പാർട്ടി നിലവിൽ കൊണ്ടുവന്നതിൽ ലാസ്റ്റ് ഒരു നേതാവായിരുന്നു അദ്ദേഹം. അപ്പൊ അദ്ദേഹത്തിനെ നമ്മള് അവസാനമായി എനിക്ക് കാണാൻ ആഗ്രഹവും കൊതിയും മാത്രമല്ല, എന്റെ ജീവന് തുല്യം സ്നേഹിക്കുന്ന ഒരു നേതാവായിരുന്നു. മനസ്സിലായി. പക്ഷേ ഞാൻ ജോലിയുടെ ഇതുകൊണ്ട് ഇപ്പൊ പോകാൻ പറ്റാതെ പെട്ടെന്ന് തന്നെ വീട്ടിലോട്ട് വന്നിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ എനിക്ക് നമ്പർ ഇപ്പൊ തന്നെ കിട്ടിയപ്പോ തന്നെ വിളിക്കാറ്. കാരണം എനിക്ക് കേരള ഇതിന് ഈ ചാനലില് പങ്കെടുക്കാൻ കഴിഞ്ഞതിന് ഏറ്റവും വലിയ സന്തോഷം. കാരണം നിങ്ങളുടെ ചാനൽ നിത്യവും കാണുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ എന്റെ നേതാവിനെ കാണാനും ഇത്രയും ജനസാഗരം വരാൻ കാരണം എന്ന് പറഞ്ഞാൽ ഈ മനുഷ്യന്റെ ആ ഒരു സ്നേഹവായ്പും കാര്യങ്ങളും തന്നെയാണ്. സാധാരണ മനുഷ്യന്റെ ഇടയിലേക്ക് ഇറങ്ങി ചെന്നൊരു നേതാവായിരുന്നു അദ്ദേഹം. പാവങ്ങളുടെ പടത്തലവൻ. ഇനിയൊരു കമ്മ്യൂണിസ്റ്റാൻ ഉണ്ടോന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. ഈ പാർട്ടിയില് ഇനിയൊരു നല്ലൊരു കമ്മ്യൂണിസ്റ്റാൻ സഖാവുണ്ടെന്ന് എനിക്കറിയില്ല. ഈ പാർട്ടി ഇതോടുകൂടി, ഈ പാർട്ടി എന്ന് പറയുന്നത് കമ്മ്യൂണിസം എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ തലവൻ നമ്മളെ വിട്ടുപോയി. ഇനിയിപ്പൊ ഞാൻ എന്താ പറയേണ്ടത്? അദ്ദേഹത്തിന്റെ ആത്മാവിന് നിത്യശാന്തി ചേർന്നുകൊണ്ട് എല്ലാ അനുഗ്രഹങ്ങളും ആത്മാവിന് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിൽ കൂടി ഞാൻ എന്താ പറയേണ്ടത്? എനിക്ക് എത്രയും വലിയ പ്രിയപ്പെട്ട നേതാവായിരുന്നു. കാരണം VS എന്ന് പറഞ്ഞാൽ അതുപോലെ എന്റെ കുടുംബത്തിലെ ഞങ്ങളെല്ലാം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ കൊള്ളുന്ന ഒരാളാണ്. പക്ഷെ എനിക്ക് ആ ഒരു വിടവാങ്ങൽ പക്ഷേ ഞങ്ങളുടെ ഉള്ളിൽ ഹൃദയത്തിൽ ഇപ്പോഴും അദ്ദേഹം ഉണ്ട്. എത്ര വർഷം കഴിഞ്ഞാലും ഞങ്ങളുടെ മനസ്സിലും ഹൃദയത്തിലും അദ്ദേഹം നിലകൊള്ളും. ലാൽ സലാം സഖാവി, ലാൽ സലാം. വേലിക്കരയിൽ നിന്നാണ് പ്രേക്ഷകൻ നമ്മളോടൊപ്പം ഓർമ്മകൾ പങ്കുവച്ചത്. സമരഭരിതമായ ഒരു കാലത്തിന്റെ അടയാളവാക്യമായി കേരള ചരിത്രത്തിന്റെ ഏടുകളിൽ ജ്വലിക്കുന്ന ആ പേര് ഇനി ഓർമ്മയായിരിക്കുകയാണ്. സഖാവിനെയും കൊണ്ടുള്ള വിലാപയാത്ര ആറ്റിങ്ങലിലേക്കാണ് ഇനി എത്തേണ്ടത്. ജനസാഗരമാണ് അദ്ദേഹത്തോടൊപ്പമുള്ളത്. ആ ജനസാഗരത്തെ കീറി മുറിച്ചുകൊണ്ടാണ് വിലാപയാത്ര നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. പറഞ്ഞ സമയങ്ങളെല്ലാം തെറ്റിക്കൊണ്ടാണ് വിലാപയാത്ര നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. കാരണം അത്രമേൽ ജനങ്ങളാണ് VS-നെ അവസാനമായി ഒരു നോക്ക് കാണാൻ തടിച്ചുകൂടിയിരിക്കുന്നത്. കണ്ണേ കരളെ VS-എ, നെഞ്ചിലെ റോസാപ്പൂവേ എന്നുള്ള അഭിവാദ്യങ്ങളാണ്
അർപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്രയും നീണ്ട ഇടവേളകൾ അദ്ദേഹം എടുത്തിട്ടും അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കാണാൻ ഇത്രയും അധികം ജനം തടിച്ചുകൂടുന്നുണ്ടെങ്കിൽ അദ്ദേഹം ഉണ്ടാക്കി വെച്ച ഓളം ചെറുതല്ല. പാലക്കാട് നിന്ന് മനോജ് ചേരുന്നുണ്ട്. ശ്രീ മനോജ്, VS എന്ന രണ്ടക്ഷരം ഇനിയില്ല. അദ്ദേഹത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ താങ്കൾക്ക് എന്താണ് ഈ അവസരത്തിൽ പങ്കുവെക്കാനുള്ളത്? തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം മാത്രമേ നമ്മളെ വിട്ട് പിരിഞ്ഞു പോകുന്നുള്ളൂ. അദ്ദേഹം കാട്ടിത്തന്ന വഴികൾ ഇനിയും കിടക്കുന്നുണ്ട്. ഞാൻ അദ്ദേഹത്തിന് 2 പ്രാവശ്യം കണ്ടിട്ടുള്ളൂ. അതൊന്ന് ഞങ്ങളുടെ പഞ്ചായത്തില് ഒരു വായനശാലയുടെ ഉദ്ഘാടനത്തിന് വന്ന് 50-ാം വാർഷികത്തിന് വന്നിട്ട് കണ്ടു. പിന്നൊരിക്കൽ KD പ്രസിഡന്റിനെയാണ് തോന്നുന്നു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് കുണ്ടുകാട് എന്ന സ്ഥലത്ത് വന്ന് പ്രസംഗിക്കുമ്പോഴാണ് ഞാൻ കണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിനെ പോലെ ഇനി ഒരാൾ ഉണ്ടാകുമോന്ന് അറിയില്ല. പക്ഷെ അദ്ദേഹം പകർന്നു തന്ന വീര്യം ഇനിയുള്ളവർ ഏറ്റെടുക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. മറ്റ് വേടന്റെ പാട്ടൊക്കെ കയറ്റിയ പോലെ ഇദ്ദേഹത്തിന്റെ ചരിത്രപരമായ കാര്യങ്ങൾ ഇനിയുള്ള കുട്ടികൾക്ക് പഠിച്ചു വളരാൻ വേണ്ടി ചെയ്യണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇപ്പൊ വേടന്റെയും വേറൊരു രേഷ്മ എന്ന് പറയുന്ന കുട്ടികൾ പാട്ടും ഒക്കെ റാപ്പർ വേടന്റെ ഒക്കെ വന്നു എങ്കിൽ പോലും ഇനിയുള്ള തലമുറയ്ക്ക് ഇത്രയും 102 വയസ്സ് വരെ ജീവിച്ചിരുന്ന ഒരു പോരാളിയുടെ അദ്ദേഹത്തിന്റെ ജീവിതം പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തി അത് ഇനി വരുന്ന തലമുറയ്ക്ക് പകർന്നു കൊടുക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. തീർച്ചയായും ഇനി ഇങ്ങനെ ഒരു സഖാവില്ല, ഉണ്ടാവും. ഇനി പകർന്നു കൊടുത്തവരാരെങ്കിലും വരണം. ലാൽ സലാം സഖാവേ, റെഡ് സല്യൂട്ട്. TV-യിലൂടെയാണ് ഞാൻ കാണുന്നത്. നിങ്ങളുടെ ഈ ചാനലിലൂടെ കാണാൻ പറ്റുന്നത് തന്നെ വലിയ ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. എനിക്ക് നേരിട്ട് പോകാൻ കഴിയാത്തതുകൊണ്ട് പ്രേക്ഷകർ ഓരോരുത്തരായി VSന്റെ ഓർമ്മകൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ സുമ ചേരുന്നുണ്ട്. ശ്രീ സുമ, VSന്റെ ഈ വിയോഗത്തിൽ എന്താണ് സുമക്ക് പ്രേക്ഷകനുമായി പങ്കുവെക്കാനുള്ളത്? നല്ല അഴിമതി ഇല്ലാത്ത നല്ലൊരു നേതാവായിരുന്നു. ഒത്തിരി എനിക്ക് പറയാൻ വാക്കുകളില്ല. അത്രയ്ക്ക് ഒരു ഇതോടെ എൻ്റെ ഹൃദയത്തിൽ നിന്നാണ് പറയണത്. ഞാൻ സഹാവിനെ തറക്കല്ലിടാൻ വന്ന് ഒരു സ്ഥലത്ത് വെച്ച് കണ്ടിട്ടുണ്ട്. അവിടെ അത്രയും ആൾക്കാർ ജനക്കൂട്ടത്തിന് നടുവിലൂടെ ധീരമായി തല ഉയർത്തി വരുന്ന ആ നല്ല ഒരു നേതാവിന് 1000 പ്രണാമങ്ങൾ എൻ്റെ നാടിന് വേണ്ടിയിട്ടും ഞാൻ വ്യക്തിപരമായ പേരിലും സ്മരണിക്കുന്നു കേട്ടോ. ശരി, നന്ദി ശ്രീമതി സുമ. അവസാനമായി അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ് പ്രേക്ഷകർ. ചരിത്ര പുരുഷനെ ഒരിക്കൽ കൂടി അവർ ഓർക്കുകയാണ്. തത്സമയം ആലപ്പുഴയിൽ നിന്ന് സുരേഷ് ബാബു ചേരുന്നുണ്ട്. ശ്രീ സുരേഷ് ബാബു, ജന്മനാടായ ആലപ്പുഴയിലേക്ക് VS വന്നുകൊണ്ടിരിക്കുകയാണ്. നാടും നാട്ടുകാരും വീടും ഒക്കെ ഒരുങ്ങിക്കഴിഞ്ഞു VSനെ സ്വീകരിക്കാൻ. ഈ അവസരത്തിൽ ഈ വീരപുരുഷനെ കുറിച്ച് എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? ആലപ്പുഴയിൽ നിന്ന് തത്സമയം സുരേഷ് ബാബു ചേരുന്നുണ്ട്. ശ്രീ സുരേഷ് ബാബു, VSന്റെ വിയോഗത്തിൽ എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? ജന്മനാടായ ആലപ്പുഴ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് VSനെ സ്വീകരിക്കാൻ. അദ്ദേഹം ഒരു മഹാപ്രതിഭയാണ്. രാഷ്ട്രീയത്തില് അപൂർവത്തിൽ അപൂർവം മാത്രമുള്ള ഒരു പ്രതിഭാസമാണ് VS. ഒരു സംശയവും വേണ്ട. കാരണം അദ്ദേഹം നിലപാടെടുത്താൽ അതിന്റെ
അന്ത്യം വരെ ഏത് ഭാഗത്തുനിന്ന് അകത്തുനിന്നും പുറത്തുനിന്നും കുത്തു വന്നാലും അതൊന്നും മൈൻഡാകാതെ അദ്ദേഹം കൃത്യമായ നിലപാട് നിൽക്കുമായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന് ശത്രുക്കളേറെ ഉണ്ടായിരുന്നു, പക്ഷെ അതൊന്നും അദ്ദേഹം മൈൻഡ് ചെയ്തില്ല. എനിക്കൊരു സ്വകാര്യ അനുഭവം ഉള്ളത്, ഒരു തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം മാരാരിക്കുളം തോറ്റുപോയായിരുന്നു. ആ ഇലക്ഷനിൽ അദ്ദേഹത്തിന് ഞാൻ വെള്ളിയാവളം എന്ന് പറഞ്ഞ ഒരു ബൂത്തിൽ ഇരിക്കുമ്പോൾ അപ്രാവശ്യം ആ ലിസ്റ്റിൽ നിന്ന് ഒരു 5 വോട്ട് വിട്ടുപോയായിരുന്നു. കാരണം അത് പുതിയ ലിസ്റ്റ് ഉണ്ടാക്കിയപ്പോൾ 5 വോട്ടുള്ള ഒരു പേജ് വിട്ടുപോയതാണ്. അത് ചെയ്യണം നിർബന്ധപൂർവ്വം ഞാൻ കോൺഗ്രസ് പ്രവർത്തകനാണ്. CPM-കാർ നിർബന്ധപൂർവ്വം അത് ചെയ്യണമെന്ന് നിർബന്ധിച്ചിരിക്കുമ്പം ഞാൻ ഒബ്ജക്റ്റ് ചെയ്തു. പക്ഷെ ഇദ്ദേഹം ഇവിടെ വന്നു, സ്പോട്ടിൽ വന്നു. ഞാൻ സാറേ, ഇത്തവണത്തെ ഈ ലിസ്റ്റിൽ ഈ 5 പേര് വിട്ടുപോയതാണ്, അതുകൊണ്ട് അത് വോട്ടിൽ അദ്ദേഹം മാന്യമായി കേട്ട് അദ്ദേഹം പോയെന്നല്ലാതെ ഒരു കുഴപ്പമുണ്ടാക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അഭിപ്രായം പറയാൻ തയ്യാറ്. അപ്പോൾ അദ്ദേഹം രാഷ്ട്രീയമായിട്ടൊരു മാന്യനാണെന്ന് എനിക്ക് അന്ന് ബോധ്യം വന്നായിരുന്നു. ഹലോ, നന്ദി ശ്രീ സുരേഷ് ബാബു. ആലപ്പുഴയിൽ നിന്നാണ് തത്സമയം കേരള വിഷനോടൊപ്പം അദ്ദേഹം ചേർന്നത്. പടനായകൻ VS നമ്മളെ വിട്ടുപിരിഞ്ഞിരിക്കുകയാണ്. അദ്ദേഹത്തിന് വിട ചൊല്ലാൻ വേണ്ടി ആയിരങ്ങളാണ് റോഡരികിൽ തടിച്ചുകൂടിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരവുമായി വിലാപയാത്രയായിട്ടാണ് ജന്മസ്ഥലത്തേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. കുടിയിൽ നിന്നും തത്സമയം സന്തോഷ് ചേരുന്നുണ്ട്. ശ്രീ സന്തോഷ്, VS-ന് വിട ചൊല്ലുകയാണ് നാടും നാട്ടാരും. ഈ അവസരത്തിൽ താങ്കൾക്ക് VS-നെ കുറിച്ച് ഓർക്കുമ്പോഴുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതെ, VS എന്ന ഒരു പാർട്ടിക്കാരനെ നമ്മൾ ഒത്തിരിയൊന്നും ആദ്യകാലത്ത് അറിഞ്ഞിരുന്നില്ല. പക്ഷെ അദ്ദേഹം ഒരു പ്രതിപക്ഷ നേതാവായിരുന്ന കാലഘട്ടത്തിലും അതിനുശേഷം മുഖ്യമന്ത്രിയൊക്കെ ആയപ്പോൾ അതിനുശേഷവും അദ്ദേഹത്തിന് കേരളം അങ്ങ് ഏറ്റെടുക്കുകയാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഞാൻ ഒരു കടുത്ത പാർട്ടിക്കാരനൊന്നും അല്ല എങ്കിൽ പോലും പക്ഷെ പലപ്പോഴും തോന്നിയിട്ടുണ്ട് ജനമനസ്സിൽ ഇത്രയേറെ അംഗീകാരം ലഭിച്ച ഒരു ഇടതുപക്ഷ പ്രവർത്തകൻ ഞങ്ങൾ അദ്ദേഹം കണ്ടിട്ടില്ല. അദ്ദേഹത്തിന്റെ ആ രാഷ്ട്രീയ സത്യസന്ധതയും പറയുന്ന കാര്യങ്ങൾ ചെയ്യാനുള്ള ആർജവമൊക്കെ ആയിരിക്കാം ജനങ്ങൾക്ക് ഇത്രയധികം അദ്ദേഹത്തെ പ്രിയങ്കരനാക്കിയതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഈ മൂന്നാർ ഇടിച്ചു നിരക്കിലൊക്കെ നടക്കുമ്പോൾ അതുവഴിയൊക്കെ യാത്ര ചെയ്തിട്ടുണ്ട്, ഞങ്ങൾ പോയിട്ടുണ്ട്. അപ്പോഴൊക്കെ ആ ജനങ്ങൾക്ക് കാണുന്ന ആവേശം, അതുപോലെ സ്ത്രീകളുടെ കാര്യത്തിൽ സ്ത്രീ വിഷയങ്ങളിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള ആ സത്യസന്ധമായ പെരുമാറ്റം, പക്ഷെ അതിൽ അദ്ദേഹത്തിന് എത്രമാത്രം വിജയിക്കാൻ സാധിച്ചു എന്നുള്ളത് മറ്റൊരു കാര്യം. എങ്കിലും അദ്ദേഹം ഏറ്റെടുത്ത് നടത്തിയ എല്ലാ കാര്യങ്ങളും കാണിച്ച സത്യസന്ധതയും അതിലെ ഒരു ആർജവും അതിന്റെ പ്രതികരണമാണ് ഈ അവസാന നിമിഷത്തിൽ നമ്മളിപ്പോൾ കാണുന്ന ഈ ഒരു ജനസഞ്ചയം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അദ്ദേഹത്തിന് ഒരിക്കലും സീറ്റ് നിഷേധിച്ചപ്പോഴൊക്കെ എല്ലാവരെയും പോലെ തന്നെ ദുഃഖിച്ച ഒരാളാണ് ഞാൻ. കാരണം നമ്മുടെ ഒരു കുടുംബത്തിലെ ഏതോ ഒരു അടുത്ത ഒരു കാരണവരാണെന്നും ഒക്കെയാണ് എന്നും തോന്നിയിട്ടുള്ളത്. അപ്പം അദ്ദേഹത്തിന് ആത്മാവിന് എല്ലാ ശാന്തിയും നേരുന്നു. അദ്ദേഹത്തിന് അർഹിക്കുന്ന ഒരു അന്ത്യയാത്രയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് കേരളം അദ്ദേഹത്തിന് നൽകുന്ന ഏറ്റവും വലിയ ആദരവാണെന്നാണ് എനിക്ക് അവസരത്തിൽ പറയാനുള്ളത്. നന്ദി. പ്രേക്ഷകർ ഓരോരോ ആളുകളായി കേരള വിഷൻ ന്യൂസിലൂടെ VS-നെ കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുകയാണ്, അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹൃദയം വിങ്ങി മിഴികൾ നിറഞ്ഞാണ് VS-ന് അന്ത്യയാത്ര നൽകുന്നത്. വിലാപയാത്ര കടന്നു പോകുന്ന വഴികളിലെല്ലാം ജനസഞ്ചയമാണ് തടിച്ചുകൂടിയിരിക്കുന്നത്. രാത്രി 10:05 കഴിഞ്ഞിട്ടും ആ തിരക്കിന് ഒട്ടും കുറവില്ല എന്നതാണ് വാസ്തവം. തത്സമയം തമ്പാൻ ചേരുന്നുണ്ട്. ശ്രീ തമ്പാൻ, VS-നെ സ്വീകരിക്കാൻ ആലപ്പുഴ ഒരുങ്ങിക്കഴിഞ്ഞു.
അദ്ദേഹത്തിന് വിട നൽകുകയാണ് കേരളം. എന്താണ് ഈ അവസരത്തിൽ പറയാറുള്ളത്? നമ്മളോടൊപ്പം ചേരാൻ സാധിച്ചില്ല. രാത്രി ഏറെ വൈകിയാണെങ്കിലും VS-നെ കാണാൻ, നമ്മുടെ സ്വന്തമായ സഖാവിനെ കാണാൻ റോഡിന്റെ ഇരുവശങ്ങളിലും കാത്തു നിൽക്കുകയാണ് അനുയായികൾ, സാധാരണക്കാർ, അമ്മമാർ, എല്ലാവരും തന്നെ. സമയം കടന്നു പോകുമ്പോൾ അക്ഷീണമായി അവർ കണ്ണുകൾ നീട്ടി മുദ്രാവാക്യം വിളിച്ചാണ് വിട ചൊല്ലുന്നത്. അവസാനമായി ഒരു നോക്കു കാണാൻ ആയിരങ്ങളാണ് തടിച്ചുകൂടിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ജന്മനാടായ ആലപ്പുഴയിലേക്കാണ് വിലാപയാത്ര സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. നിലവിൽ പ്രത്യേക വാഹനം കുറച്ചധികം വേഗതയിലാണ് പോകുന്നത്. കാരണം പറഞ്ഞതിനും അപ്പുറം സമയം നീണ്ടുപോയിരിക്കുകയാണ്. ഏറെ വൈകും ജന്മനാട്ടിലേക്ക് എത്താൻ വേണ്ടി. അതിനാൽ തന്നെ കുറച്ചധികം വേഗതയിലാണ് വാഹനം ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് രാത്രിയോ അല്ലെങ്കിൽ പുലർച്ചയോടെയോ മറ്റോ ആയിരിക്കാം ആലപ്പുഴയിലേക്ക് എത്താൻ സാധ്യത. ഉള്ളുലഞ്ഞാണെങ്കിലും കണ്ഠമിടറാതെയാണെങ്കിലും മുദ്രാവാക്യങ്ങൾ ഉയർത്തിയാണ് വഴിയോരങ്ങളിൽ അദ്ദേഹത്തിന്റെ സ്വന്തക്കാർ തടിച്ചുകൂടിയിരിക്കുന്നത്. ആ മുദ്രാവാക്യ വിളികൾ മതി അദ്ദേഹം ആരായിരുന്നു എന്ന് തെളിയിക്കാൻ. ഒരു നീണ്ട വർഷക്കാലം ഈ രാഷ്ട്രീയ ജീവിതം ഇല്ലാതെ അദ്ദേഹം ഈ കേരള രാഷ്ട്രീയത്തിൽ നിന്നും പിന്മാറി. എന്നിരുന്നാലും അന്ന് വിളിച്ചിരുന്ന എല്ലാ മുദ്രാവാക്യങ്ങളും ഒരുപാട് കാലത്തിന് ശേഷമാണ് ഉയരുന്നത്. VS എവിടെയും പോയിട്ടില്ല, ആരുടെയും മനസ്സിൽ നിന്ന് മാഞ്ഞു പോയിട്ടില്ല എന്നതാണ് ഈ മുദ്രാവാക്യ വിളികളിലൂടെ പ്രേക്ഷകർ മനസ്സിലാക്കേണ്ടത്. ആ പടനായകൻ എന്നുമുണ്ടാകും, ജനഹൃദയങ്ങളിൽ എന്നും ജീവിച്ചുകൊണ്ടേയിരിക്കും എന്നതിൻ്റെ തെളിവാണ് ഈ കാണുന്ന മുദ്രാവാക്യങ്ങളും ജനസാഗരങ്ങളും. ഓരോ സാധാരണക്കാരൻ്റെയും സുഹൃത്തായി, സഹചാരിയായി, അച്ചുമാമനായി ജനങ്ങളിലേക്ക് ഇറങ്ങിയ ഒരാൾക്ക് പ്രിയപ്പെട്ടവർ സ്നേഹം കൊണ്ടല്ലാതെ എങ്ങനെയാണ് മറുപടി പറയേണ്ടത്? മലപ്പുറത്ത് നിന്നും മറ്റൊരു പ്രേക്ഷകൻ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. പ്രദീപനാണ് ചേരുന്നത്. ശ്രീ പ്രദീപൻ സാധാരണക്കാരുടെ സമര നേതാവാണ് ഇന്ന് നമ്മെ വിട്ടുപിരിഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിന് വിട ചൊല്ലുകയാണ് ഈ കേരളം. എന്താണ് ഈ അവസരത്തിൽ പറയാനുള്ളത്? രണ്ട് വാക്ക് പറഞ്ഞാൽ കുറഞ്ഞു പോകും. അപ്പൊ അതുകൊണ്ട് ലാൽ സലാം സഖാവേ, ഞങ്ങളെല്ലാരെയും ചങ്കിലെ ചോരയാണ് VS. അത്ര മാത്രമേ പറയുന്നുള്ളൂ, വാക്കുകൾ പറയാൻ കിട്ടുന്നില്ല. മനസ്സിലാകും. നന്ദി ശ്രീ പ്രദീപ്. അവസാനമായി മുദ്രാവാക്യം വിളിക്കാനും അഭിവാദ്യം അർപ്പിക്കാനും ഒരു ലാൽ സലാം വിളികൾക്കപ്പുറം എന്താണ് VS എന്നതിനുള്ള ഉദാഹരണമാണ് ഇത്രയും സമയം പ്രേക്ഷകരുമായി പങ്കുവച്ച ഓരോ പ്രേക്ഷകന്റെയും അഭിപ്രായങ്ങൾ, ഓർമ്മകൾ എല്ലാം തന്നെ.